ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തേത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണിതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്കിന്ന് മെയിൻലി ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് ക്ലാസ്സാണ് എനിക്കുള്ളത്. ഫസ്റ്റ് ക്ലാസ് മോർണിംഗ് തന്നെ വരുന്നുണ്ട്. 8:30 ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പോകാൻ റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ബാഗൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. മെട്രോ കയറിയിട്ട് വേണം പോകാൻ. സോ ഞാൻ അതുകൊണ്ട് 7:30 തന്നെ എല്ലാം സെറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങുക. അത്രയേ ഉള്ളൂ പണി. പിന്നെ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ. കാരണം നമ്മൾ മെട്രോ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ ക്ലാസ് നടക്കുന്ന ബിൽഡിങ്ങിലോട്ടേക്ക് നടക്കാൻ കുറച്ച് നടക്കാനുണ്ട്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രാവിലെ ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ എഴുന്നേറ്റ് കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി പോകാമെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ടാസ്ക്കുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഫുഡ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് എളുപ്പമാണ്, എടുക്കുക, ചൂടാക്കുക, കഴിക്കുക, പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ദോശയും അതുപോലെ പൊട്ടറ്റോ വെച്ചിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ അതെടുത്തിട്ട് ചൂടാക്കാനായിട്ട് വെക്കുക കേട്ടോ. ഓവനിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കും. അങ്ങനെ ഒരു 2 മിനിറ്റ് അവനിൽ വെച്ചു ചൂടാക്കിയിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കുവാണ്. ദോശ എന്താ ഇങ്ങനെയെന്നൊന്നും ചോദിക്കരുത്. അത് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. നമ്മളത് മൈൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോകാനായിട്ട്. നമ്മൾ മെട്രോയിലാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിതാ മെട്രോ സ്റ്റേഷനിലെത്തി. പിന്നെ നമുക്ക് ഇവിടെ സ്റ്റുഡൻസിന് പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര അഫോർഡബിളാണ്. ഇപ്പോൾ നമുക്ക് മെട്രോ ആയാലും ബസ്സായാലും നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും 0.2 ജെൽ, അതായത് 20 ടെട്രിയാണ്. നാട്ടിലത്തെ ഒരു 6 to 7 റുപ്പീസ് ആ ഒരു റേഞ്ചിനെ നമുക്കാവുള്ളൂ. 1 hour നമുക്ക് ഇതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ എസ്കലേറ്റർ ഇറങ്ങി താഴെ എത്തിയപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള മെട്രോ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രശ്നമില്ല, കാരണം 2 minute ഗ്യാപ്പിൽ നെക്സ്റ്റ് മെട്രോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് നേരെ ക്ലാസ്സിൽ പോയി. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ഒഴിഞ്ഞ മെട്രോ ആയിരുന്നു. അധികം ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ സുഖമായിട്ട് വിശാലമായിട്ടൊക്കെ ഇരുന്നിട്ട് നേരെ പോയി. അപ്പോൾ നമുക്ക് 2 സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പുള്ളത്. സോ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് നടക്കണം. അങ്ങനെ നമ്മൾ നടന്ന് നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ യൂണിവേഴ്സിറ്റി പോകുന്ന ആ വഴിയാട്ടോ. ഇവിടുത്തെ ആ ഒരു ബാക്കിലെ സംഭവങ്ങളൊക്കെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര കുറേ മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ കാണാൻ. ആ കാണുന്ന കളർഫുൾ ബിൽഡിങ് കണ്ടോ, പല പല കളറിൽ, അതാണ് കേട്ടോ നമ്മുടെ ബ്ലോക്ക്. നമുക്ക് അവിടെയാണ് ഇന്ന് ക്ലാസ് വരുന്നത്. നമ്മുടെ ക്ലാസ് ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് നമുക്ക് ഹ്യൂമൻ ബോഡി ഹിസ്റ്റോളജി ക്ലാസ് ആയിരുന്നു മോർണിംഗ് ഉള്ളത്. അങ്ങനെ നമ്മൾ നേരെ യൂണിവേഴ്സിറ്റിയിലെത്തി.
അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് തുറക്കണ വരെ പുറത്ത് വെയിറ്റ് ചെയ്തു. ഈ 504 ആണ് നമ്മുടെ ക്ലാസ്. സോ അങ്ങനെ ക്ലാസ്സൊക്കെ ഓപ്പണായി, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ് കഴിഞ്ഞു. ഞാൻ അതിനകത്തുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പ്രൊഫസർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. തിരിച്ച് നമ്മൾ ടെക്നിക്കലിലേക്ക് തന്നെ വരിക കേട്ടോ. സോ നമ്മളങ്ങനെ ടെക്നിക്കലിലെത്തി. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ മെയിൻ ബിൽഡിങ്ങിലാണ്. അവിടെ നമുക്ക് സ്റ്റഡി ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സോ ഞാൻ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാട്ടോ സ്റ്റഡി ഓഫീസ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നേരെ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി. അങ്ങനെ നമ്മുടെ റൂമിലെത്തി കുറച്ചൊരു റെസ്റ്റ് എടുത്ത ശേഷം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കുക്കിങ്ങിന് വന്നതാട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് നൈറ്റ് വരെ ക്ലാസ് ഉണ്ട്. സോ അപ്പോഴത്തേക്കും രാത്രിത്തേക്കൊക്കെ വന്നിട്ട് കഴിക്കാനുള്ളത് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചതാണ്. ആസ് യൂഷ്വൽ നമ്മുടെ ദോശ തന്നെയാണ്. ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഞാൻ മിക്സ് ചെയ്യാൻ നോക്കുന്ന പരാക്രമമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇത് ഇവിടെ നമുക്ക് വീറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിലും ശരിക്കും ഇതൊരു മൈദമാവ് ഉണ്ടല്ലോ നമ്മുടെ, അതാട്ടോ സംഭവം. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കൂടുതൽ കഴിക്കാറ്. അങ്ങനെ കുക്കിംഗ് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ലഞ്ചിലോട്ട് കിടന്നു. ലഞ്ചിന് നമുക്ക് ചോറും പിന്നെ നമ്മൾ രാവിലെ കഴിച്ച കറിയില്ലേ പൊട്ടറ്റോ വെച്ചിട്ടുള്ള കറി, സെയിം അത് തന്നെ ആയിരുന്നു. അങ്ങനെ അത് രണ്ടും കൂടിയിട്ട് അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ഇതിനിടയ്ക്ക് നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. സോ അതിൻ്റെ പണികൾ കഴിഞ്ഞു, അത് ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ വീക്കിലുള്ളതൊക്കെ നെക്സ്റ്റ് വീക്ക് സെമിനാർ ഉണ്ടാവും, എല്ലാ സബ്ജക്റ്റിനും സെമിനാർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും തന്നെ ഈവനിങ് ആയി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് 7 മണിക്കാണ്. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ നോട്ട്സൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്കിനി റെഡി ആവണം, പിന്നെ നേരെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് വരുന്നത് നമ്മുടെ മെയിൻ ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്താണ് പോകാൻ. അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ടുണ്ടായിരുന്നു. റെഡിയായി നേരെ ക്ലാസ്സിൽ പോകാനായിട്ട് ഇറങ്ങി. നമുക്ക് ബയോ കെമിസ്ട്രി ആണ് നെക്സ്റ്റ് ക്ലാസ് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലാസ്സിലോട്ട് പോയി. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി എത്തി. ഇതാണ് നമ്മുടെ ബയോ കെമിസ്ട്രിയുടെ ക്ലാസ്. ഇങ്ങനെ ഫുള്ള് ബീൻ ബാഗൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫസർ വന്നിട്ടുണ്ടായിരുന്നില്ല. 1 hour ക്ലാസ് ആയിരുന്നു 7 to 8, പക്ഷെ പ്രൊഫസർ വന്നില്ല. അങ്ങനെ ഞങ്ങൾ 1 hour ക്ലാസ്സിലിരുന്ന് അറൗണ്ട് 8 മണിയായപ്പോൾ നമുക്ക് മനസ്സിലായി പിന്നെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. ഞാൻ നേരെ തിരിച്ച് റൂമിലോട്ട് പോവാണ് കേട്ടോ.
അപ്പോൾ ഞാൻ നേരെ തിരിച്ച് റൂമിലെത്താറായി. പിന്നെന്താ, നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ തന്നെ കാരിഫോർ ഉണ്ടല്ലോ. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ അറിയുമായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കാരിഫോർ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യരുത്.